നമ്മളൊക്കെ പണ്ടൊക്കെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ മാക്സിമം പട്ടിപ്പണി. ഇതാണ് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റണ മാക്സിമം ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് എന്താണ് ഒരു പ്രൊഡക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വന്നപ്പോ അതെന്തായി, അങ്ങനെയല്ല, ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി വേണം എന്നുള്ളതാണ്. ഫീൽ ഗുഡ് ആയിട്ടുള്ള മാക്സിമം ചെയ്യാൻ പറ്റും, മാക്സിമം ചെയ്യണം. അതിന് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ദിവസത്തെ മെനക്കേട് അല്ല, ഒരു ദിവസത്തെ റിസൾട്ട് പോരല്ലോ. ലോങ് ടൈം റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഫീൽ ഗുഡ് ആയിട്ട് തന്നെ പ്രൊഡക്റ്റീവ് ആവണം എന്നുള്ളൊരു പോയിന്റ് എത്തിയിട്ടുണ്ട് ശരിക്കും. എൻഡ് ഓഫ് ദി ഡേ നമ്മളൊക്കെ ജീവിക്കണത് സമാധാനമായിട്ടുള്ള ഓരോ ദിവസങ്ങൾ കൊണ്ടുപോകാനാണ്. നമ്മളിപ്പോ ജോബ് ചെയ്യണമെങ്കിലും ബിസിനസ് ബിൽഡ് ചെയ്യണമെങ്കിലും വേറെ എന്ത് ചെയ്യണമെങ്കിലും ഒക്കെ അതിന്റെ ഒരു ലോങ് ടൈം റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒന്നെങ്കിൽ നമ്മളെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കുറെ കാശ് ഉണ്ടാക്കുക, അതുകൊണ്ട് നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുക, അല്ലെ, നമ്മൾ ഇഷ്ടപ്പെട്ട തരത്തിൽ ജീവിതത്തിൽ കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് മറന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഓരോ ദിവസവും ഇത് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കിട്ടുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനത്തെ ഒരു കേസ് ഇല്ല ശരിക്കും. അത് ഡേ 1 തൊട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകണം. എന്നാലേ ഉള്ളൂ എന്താ പറയാ, ആ ലെവലിലേക്കുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മളെന്താ കരുതറിയോ, ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാം, വീട്ടിൽ കുറഞ്ഞിട്ട് സമയം നിന്നാൽ മതി, അല്ലെങ്കിൽ പുറത്ത് പോണത് കുറക്കാം, മാക്സിമം എന്താ ചെയ്യുക, മാക്സിമം വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ അതൊരു ട്രാപ്പാണ് ആക്ച്വലി. കാരണം നമ്മളെ ബ്രെയിനിന് രണ്ടും വേണം, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നിമിഷങ്ങളും വേണം, അതേപോലെ തന്നെ ഇത്തരത്തില് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ നിലക്കും നമുക്ക് തോന്നിയ മാതിരി കുറെ സമയം ഡിസ്ട്രാക്റ്റഡ് ആവാം, അങ്ങനെയും പാടില്ല. ഒരു ബാലൻസിങ് മസ്റ്റ് ആണ്. അപ്പൊ ആ കാരണം കൊണ്ടാണ് ഇപ്പൊ കൂടുതൽ ഈ ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി എന്നുള്ള ലെവലില് ഡിസ്കഷനും ബുക്സുകളും ഒക്കെ വരാനുള്ള കാരണം.